സമയം നീ വന്ന് കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങിയോ? നിനക്കിന്ന് കടയിൽ പോണ്ടേ? ഉച്ച കഴിഞ്ഞിട്ട് പോവാം. വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് വരാൻ നേരമൊന്നുമില്ല. ഞാനൊന്ന് കിടക്കട്ടെ. അത് വേണ്ടട്ടാ, എനിക്കൊന്ന് കിടക്കണം. നാളെയും പ്രോഗ്രാം ഉള്ളതാ. കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്ന് അറിയാവോ? മതി. നിനക്കെന്ത് നോക്കാനുള്ള? ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിന്റെ കോട്ടുവിട്ട് കോടതിയിൽ പോയി 2 വാചകം അടിച്ച നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ കാര്യം അതാണ്. അതെ അതെ, വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പാസ്സാകാൻ. ഇതെവിടെ നടാ? ഇത് ഇന്നലെ പ്രോഗ്രാം നടന്ന സ്റ്റേജിലിരുന്നതാ. ഇവനെ കൊണ്ട് എന്തെങ്കിലും ചൂണ്ടിയില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല അല്ലേ? എന്നാണോ നാറാൻ പോകുന്നത് ആർക്കറിയാം. ഉണ്ണിങ്ങോട്ട് വന്നിട്ട് അവിടെ പാടാ. പാവം, അവൻ കിട്ടിയ കാശ് വീട്ടിലെത്തിക്കാൻ പോയതാ. വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മല്ലികയുടെ കാര്യത്തിന് ആ നാരായണൻ ഇന്നും വന്നിരുന്നു. അവരൊരു 15 പവൻ ചോദിക്കുന്നെന്നാ പറഞ്ഞത്. നിനക്കിന്ന് സ്കൂളിൽ പോണ്ടേ? ഇന്ന് സമരാണ്. രമണി, കുറച്ച് വെള്ളം. എല്ലാം കൂടി തപ്പിപ്പെറുക്കിയ ഒരു 5-8 പവൻ ഇവിടെ കാണും. ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ. വേലികെട്ടുകാരന് കൊടുക്കണം 10-25 പവൻ. അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് കുറച്ച് രൂപ ചോദിച്ചൂടെ? അച്ഛന്റെ അടുത്ത് ചോദിച്ചാ കൂടിപ്പോയ 1000 രൂപ കിട്ടും. അതുകൊണ്ട് എന്താവാനാ? വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ശരിക്ക് കെട്ടണേ നേരാണ്, ഇല്ലെങ്കിൽ വഴിയിൽ നിന്ന് പിറക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ശരിയണ്ണ. ടൗമാരെ 3 കണ്ടില്ലല്ലോ. പോണ്ടേ? അത് പറയാൻ വിട്ടുപോയി. ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. ഇവന് ഈ ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക്. അങ്ങോട്ട് പോകുമ്പോഴും ആലുവ, ഇങ്ങോട്ട് വരുമ്പോഴും ആലുവ. അന്ന് മുങ്ങിയ പോലെ ആവുമോ അവനൊന്നും? എവിടെയായിരുന്നു? ഇനി ട്രൂപ്പിലേക്ക് വേറെ ആളെ നോക്കിയോ. ഇവന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. മലയാള സിനിമയുടെ കഷ്ടകാലം ആരംഭിച്ചളിയാ. കണ്ട ആപ്പ പടമൊന്നുമല്ല, അവാർഡ് പടവാ. അവാർഡ് പടമായതുകൊണ്ട് നീ പിന്നെ വായ തുറക്കേണ്ടി വരില്ല. അത് ഭാഗ്യം. ഞാൻ ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്കും ഒരു പടം കിട്ടി. ആരുടെ പടം? IV ശശിയുടെ. ശശി സാറിന് പടവും എങ്ങനെ ഒത്തടാ? ഞാനിന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പൊളി വിറ്റുകളും അടിക്കും. ഹലോ, ഇനി വന്നേ. അച്ഛനുണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അയ്യോ, ഞാൻ അറിയില്ലല്ലോ. എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല, പത്രത്തിൽ കൊടുത്തിരുന്നു. നിങ്ങൾ എന്തിനാ കരയുന്നത്? തറക്കണ്ട മരിച്ചു എന്ന് അറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കണ്ടതാ. ഫാദർ തറക്കണ്ടം മരിച്ചിട്ടില്ല, എന്റെ അച്ഛനാ മരിച്ചത്. അച്ഛനെ കാണേണ്ട കാര്യം എന്താ? നിങ്ങളുടെ മിമിക്സ് പരേഡ് ബുക്ക് ചെയ്യാമെന്നാ. ആ ബാഗിങ് തന്നെ. ചേട്ടാ ഒരു മിനിറ്റ്. എന്നാ പ്രോഗ്രാം? അടുത്ത 5-ാം തീയതി കടുത്തുരുത്തിയില്ല. അപ്പോഴേ ഇവിടത്തെ റേറ്റ് 3000 രൂപയാ. ഒരു 2000 രൂപ ഞങ്ങൾക്ക് തന്നാ മതി. കലാദർശനയുടെ പേരിലല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം. പ്രോഗ്രാം ഇത് തന്നെ. വേണ്ട വേണ്ട, ഞങ്ങൾ വികാരിയച്ഛന്റെ കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ അച്ഛനെ കണ്ട് ബുക്ക് ചെയ്തോളാം. 1000 രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് വെച്ചപ്പോ യവന്മാരൊക്കെ വെറും കൊരങ്ങന്മാര് തന്നെ. അവന്മാരെ നോട്ട് ചെയ്ത് വെച്ചോ. ഈ പ്രോഗ്രാം നമുക്ക് കോളമാക്കി കൊടുക്കാം. എന്നിട്ട് വേണം ഓഡിയൻസ് നമ്മളെ എടുത്തിട്ട് ഇടിക്കാൻ. എടാ, ആ പോണവന്മാരെക്കാളും കുരങ്ങനാണല്ലോടാ. 12,000 രൂപ വെറുതെ പോയി. ഒരു ഉറക്കം കണ്ടില്ല. എന്നെ കൊണ്ട് പറ്റില്ല ഉറങ്ങാൻ. പിന്നെ നീ ഉറങ്ങാണോന്ന് അറിയാൻ വിളിച്ചതാ. ഉറങ്ങണോ? ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, ഉറങ്ങി. ഒരുമാതിരി മറ്റടുത്ത പരിപാടി കളിക്കരുത്. മനുഷ്യന് ഉറക്കത്തുമില്ല. അല്ല, ഞാൻ ചായ കുടിച്ചാലോന്ന്. അല്ല, വീണോന്നല്ല. അങ്ങനെ ഇപ്പൊ എത്തണ്ട. ഇതിനിടയ്ക്ക് 5 മോന്തിയതല്ലേ. അച്ഛന്റെ അടുത്ത് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛനെ മോന്തക്കിട്ട് മാന്തും. ഞങ്ങള് ചായയല്ലേ കുടിച്ചുള്ളൂ, തന്നെ പോലെ ചാരായ മോന്തിയില്ലല്ലോ. വണ്ടി നിർത്തിയേ. ആ വണ്ടി എന്തോ താഴെ വീണല്ലോ. ഇറങ്ങടോ, വേഗം വിട്ടോ, ഓവർടേക്കിന് അവന്മാർക്ക് കൊടുക്കാം. അവന്മാർ അറിഞ്ഞിട്ടില്ല.
പാവങ്ങളാ, അത് അറിഞ്ഞു കാണില്ല. വണ്ടി വിടോ, വേം വിട്. ഓ, ഒന്ന് ചവിട്ടി വിടറോ. ആ ദേ പിന്നെ വീണ്, ദേ പിന്നെ വീണ്. എത്ര മനസ്സേ ഈ സൈഡില്, ഇവിടെ ഇവിടെ. ആ ഇവന്മാർക്ക് തലയ്ക്ക് വട്ടാണ്. വേം വിട്ടോ. ഇവന്മാരൊക്കെ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്നത്. വിട്ടോ വിട്ടോ. നല്ല ഗേറ്റുണ്ട്. ഇത് ബോംബ് വല്ലതും ആണോ? തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ബാഗുണ്ട്, ഇതൊന്ന് പിടിച്ചേ. നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് പിടിക്കുക. വേഗം വിട്ടോ. അമ്മരാണ്ട് തെറി പറഞ്ഞിട്ട് വേണം ഇത് കൊടുക്കാൻ. എന്താ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? എന്തു പറ്റി? എനിക്ക് പറ്റിയെന്നോ? എടോ വണ്ടിയിൽ സാധനങ്ങൾ പോകുന്നു താൻ അറിയുന്നുണ്ടോ? ഞങ്ങൾ പുറകിലുള്ളതുകൊണ്ട് തനിക്ക് സാധനം കിട്ടി. ഞാൻ വെള്ളം അടിക്കുന്ന തലക്ക് കുറച്ചൊക്കെ വെളിവ് വേണം. ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് ഇവിടെ തിരിച്ചുകൊണ്ടു തന്നു. എന്താ തന്റെ വണ്ടിയിൽ നിന്ന് തലറങ്ങി ഇവിടെ സാധനങ്ങൾ? അയ്യോ ചതിച്ചോ എടോ, ഇത് ഞങ്ങൾ അവിടെ ഓരോ ഏജന്റുമാർ കിട്ട പത്രക്കെട്ടുകളാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു എടുത്തോണ്ടിരാൻ? തിരിച്ചുകൊണ്ടിരുന്നോ? അയ്യോ, ടൈമായി, ഞാൻ പോട്ടെ. ഗിറ്റാർ വെച്ച് താർക്കാണല്ലേ? ട്യൂട്ടർ പോളോടെ പോയി ഓഫീസിൽ പോയതാ, അതുകൊണ്ടല്ലേ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞ് നിങ്ങൾ ഈ വഴി കിടന്ന് ഓടുന്ന എന്തിനാ? ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നുമില്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ. സുനിതയെ പോലെ പെൺകുട്ടിക്ക് അത് ബോധക്കേടുണ്ടാക്കും. ഒന്ന് പോ മനോജ്. ഈ കരാട്ടയും ഗിറ്റാറും തമ്മിൽ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? ഏതെങ്കിലും ഒന്ന് പോരെ? ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ? ആ അത് നല്ലതാ. ഞാൻ എന്തെങ്കിലും ഇതുപോലെ തമാശകളൊക്കെ പറയും, അത് ഹ്യൂമർ സെൻസിൽ എടുക്കാതെ കയ്യും കാലും ഒക്കെ എടുത്ത് കരാട്ടെ പ്രയോഗം നടത്തിയേക്കരുത്. രണ്ട് കഷ്ണമായി പോകും ഞാൻ. എന്താ ഗിറ്റാറിസ്റ്റിനും മിമിക്രിക്കും ഇവിടെ കാര്യം? എന്താ കാര്യം? എന്താ ഇവിടെ അത്ര ചിരിക്കാൻ? വെറുതെ ഒന്ന് ചിരിച്ചാണോ? ചിരി ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് എനിക്കറിയാം. പക്ഷേ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും, ഭ്രാന്ത്. അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട. കുട്ടി എന്തിനാ ഈ കുന്തവും പിടിച്ചു ഇവിടെ നിൽക്കണേ? അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്കേ, അതിനൊരു വിശ്രമം കിട്ടട്ടെ. എടോ, അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്റെ ഒരു ദൗർബല്യാണ്. പൊക്കോളൂ, രണ്ടുപേരും പൊക്കോളൂ. ഇയാൾ അവിടെ നിൽക്കൂ. അപ്പുറത്തൊരു കോണിയുണ്ടല്ലോ, അത് ശവം കൊണ്ടുപോകാനുള്ള ഒന്നും അല്ലല്ലോ, അതിനെ പൊക്കോളൂ. എന്റെ കർത്താവേ, ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ഇനി ഈ താണ്ടമ്മ എവിടെ പോയി കിടക്കണു? താണ്ടമ്മേ!